ഇത് മാസ് മോട്ടോഴ്സിൽ തന്നെ നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനർ കിടക്കുന്നത്. ഈ ഒരു സർവീസും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കേട്ടോ. ഏറെക്കുറെ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് ബ്രേക്ക് ലൈനർ. ബ്രേക്ക് ക്യാമ്പൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ സർവീസും കൂടി നമുക്കത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റിയിടാം. ബാക്കിലത്തെ ടയർ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ ആയാലും ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. അതായത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ, വേരിയേറ്റർ ബോഡി, ക്ലച്ച് യൂണിറ്റ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട്. ബെൽറ്റും കമ്പനി ബെൽറ്റ് കിടക്കണേ. പക്ഷേ നമുക്കത് സെൻറ്റർ പോർഷനിൽ ചെയ്യുമ്പോൾ ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൂളായിട്ട് ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും അടുത്ത സർവീസിലും നമ്മൾ ജനറൽ സർവീസായിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ അഴിച്ച് ചെക്ക് ചെയ്യും. കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് തോന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റി കളയാം. പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ തേമാനം കാര്യങ്ങൾ കാണാനില്ല. പക്ഷേ നമുക്ക് ഈ റോളർ വെയിറ്റ് ഉണ്ടല്ലോ, ചില റോളർ വെയിറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു വെട്ടി തേമാനം പോലെയൊക്കെ ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുത്തി മാറ്റേണ്ട സിറ്റുവേഷനൊന്നും ആയിട്ടില്ല, നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ആയാലും പെർഫോമൻസ് വർക്കിംഗ് ഒക്കെ ആയാലും ഓക്കെ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്ത് കയറ്റിടാനുള്ളൂ. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി ഗ്രീസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ കവറിൻ്റെ ഗ്യാസ്കറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് ആ ഭാഗത്തുനിന്ന് ലീക്കായി തുടങ്ങിയേക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഇച്ചിരി ഓവർ ഹീറ്റിംഗ് വന്ന ഭാഗമാണ്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഈ ഗ്യാസ്കറ്റാണ് ഒരു ചെറിയ ഇതായിട്ടുള്ള സംഭവം. അപ്പോൾ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നോർമലായിട്ട് നമുക്ക് വന്ന സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് ലീക്കേജ് കാണിക്കാറുണ്ട്. അത് ഈ റബ്ബർ സീലായതുകൊണ്ട് തന്നെ അത് കുറച്ച് ഹാർഡായപ്പോഴത്തേക്ക് ഹീറ്റ് വന്ന് കുറച്ച് ഹാർഡാകുമ്പോൾ ലീക്ക് വന്നാണ്. അപ്പോൾ അതൊന്ന് കൈയോടെ അഴിച്ച് മാറ്റിയിട്ടേക്കാം. ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ പുതിയതാണ്. ചോക്ക് കേബിളായാലും ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, നോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും വണ്ടി ഓടിച്ചു നോക്കാം. നമുക്ക് ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടി കാണിക്കേണ്ടായിരുന്നു. ചെറിയൊരു ഷെയ്ക്ക് പോലെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ മതി. ഇവിടെ വരുന്ന കോളർ, ഈ ഗ്രീൻ ബുഷ്, അതായത് നല്ല രീതിയിൽ ഓവലായി പോയത്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഫ്രണ്ടിൽ നമുക്ക് അതാണ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് തോന്നുന്നുള്ളൂ. വീലിൻ്റെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗമായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ലിങ്ക് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരു അടി വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഹാൻഡിലിൻ്റെ ഈ ഹാൻഡിൽ കവർ ഉണ്ടല്ലോ, ഹാൻഡിൽ കവറിൻ്റെ സെൻറ്ററിൽ നമുക്ക് വൈസർ അനങ്ങാതിരിക്കാനായിട്ടൊരു സ്ക്രൂ വരുന്നുണ്ട്. അതുമേന്ന് ഓൾറെഡി ചാടിപ്പോയേക്കാണ്. അത് ജർക്കിങ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വന്ന് ലൂസായി ചാടി പോകുന്നതാണ്. അത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്ത് അത് ഓക്കെ ആയിക്കോളും. പിന്നെ ബാറ്ററി കൂടിയും കൂട്ടത്തിൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്, ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 12.83 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് കംപ്ലൈൻ്റ് ആയ രീതിയിലാണ് കാണിക്കുക. 12.86 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്കിത് ഇരിക്കുന്നത് 2020 മോഡൽ ബാറ്ററിയാണ്. 2020 മോഡൽ ആംറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ടും 4 ആംപിയറും എന്ന ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 2025 ഒരു 4 വർഷം എന്തെങ്കിലും സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അതിൻ്റെ ലൈഫ് കഴിഞ്ഞാണ് ഇപ്പോൾ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻറ്റാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് സെൽഫിനൊന്നും പ്രോബ്ലം കാണിച്ചു കൊടുക്കിയിട്ടില്ല. അപ്പോൾ നിലവിൽ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഓൾറെഡി നമുക്കിപ്പോൾ വലിയ താമസിച്ചാണ്ട് ഒരു വർഷം നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങൾ കിട്ടാം, ചിലപ്പോൾ കുറച്ചാൾ ഉപയോഗിക്കാൻ കിട്ടിയേക്കാം. എന്തായാലും വലിയ താമസിച്ചാണ്ട് നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വന്നേക്കും കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കുന്നതാണ്. നിലവിൽ ക്ലീൻ ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ സെക്കൻഡറി ഫിൽറ്ററൊക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ നിലവിലുള്ളൂ. പിന്നെ അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വേണ്ടതൊന്നും നമുക്ക് എൻജിൻ ഓയിൽ നോർമൽ നമുക്ക് മാറ്റേണ്ട കേസാണ്. പിന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ആ വൈസറിൻ്റെ സ്ക്രൂ ഇടണം. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. അത് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. തൽക്കാലം നമുക്കത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.